ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോർഷൻ ഇതായിരുന്നു. ഫങ്ഷൻസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ഓപ്പറേഷൻ റിസർച്ച്. ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് പോർഷൻ സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പറേഷൻ റിസർച്ച്. ഓപ്പറേഷൻ റിസർച്ചിൻ്റെ സ്കോപ്പ് അതുപോലെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. The application of operation research methods help in making decisions in complicated situations. കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിൽ നല്ല ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത് ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. അത് ഏതൊക്കെ ഫീൽഡിലാണ് അതിൻ്റെ ഹെൽപ്ഫുൾ ആവുന്നത്, ഏതൊക്കെ ഫീൽഡിലാണ് എന്ന് നോക്കാം. ഇൻ ഡിഫൻസ് ഓപ്പറേഷൻ, ഫസ്റ്റ് വൺ ഇൻ ഡിഫൻസ് ഓപ്പറേഷൻ. മോഡേൺ ഡിഫൻസ് ഓപ്പറേഷൻ ക്യാരിഡ് ഔട്ട് ബൈ military consists of various operations performed by different components such as Army, Navy and Air Force. ആർമി ആണ് ഡിഫൻസ് ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുന്ന ഫീൽഡാണ് ആർമി, നേവി, എയർഫോഴ്സ്. ഈ ഫീൽഡിലെല്ലാം ഏത് യൂസ് ചെയ്യുന്നുണ്ട്? ഓപ്പറേഷൻ റിസർച്ച് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ദ ആക്ടിവിറ്റീസ് ഓഫ് ദീസ് ഓഫ് components. The activities of these components can be further divided into 4 sub-components, namely administration, intelligence, operations, training and supply. അപ്പോൾ ഡിഫൻസ് ഓപ്പറേഷൻ റിസർച്ച് ആണ്. അത് എവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്? നേവിയിൽ, ആർമിയിൽ, എയർഫോഴ്സിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന അതിൽ വരുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയായിരിക്കും? അഡ്മിനിസ്ട്രേഷൻ, ഇൻ്റലിജൻസ്, ഓപ്പറേഷൻ, ട്രെയിനിങ് ആൻഡ് സപ്ലൈ. ഈ ഫീൽഡിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, ഓപ്പറേഷൻ റിസർച്ച് എന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഏത് മേഖലയിലാണെന്ന് നോക്കാം. ഇൻ ഇൻഡസ്ട്രി. ഓക്കെ, ഇൻഡസ്ട്രി ഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, അല്ലേ? എപ്പോഴും ചേഞ്ചബിൾ ആയിരിക്കും. വി നോ ദാറ്റ് ദ സിസ്റ്റം ഓഫ് ഇൻഡസ്ട്രി ഈസ് ടു കോംപ്ലെക്സ്. So, the optimum point of operation in various parts cannot be instinctively judged by an individual. നമുക്കറിയാം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എപ്പോഴും കോംപ്ലക്സ് ടൈപ്പിലുള്ള ഒരു പ്രൊസീജിയറാണ്, അല്ലേ? അവിടെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഡേ ടു ഡേ ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. So, the optimum point of operation in various parts cannot be instinctively judged by an individual. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇന്നിങ്ങനെയാണ് നാളെ ഇങ്ങനെയാണ് എന്ന് ഒരു ഇൻഡിവിജ്വലിന്, ഒരാൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ഒരിക്കലും അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ദ ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ആൾവേസ് ചേഞ്ചിങ്. നമുക്കറിയാം ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഇന്നുള്ള പോലെ ആയിരിക്കില്ല നാളെ. ഇന്ന് പ്രോഫിറ്റ് ആണെങ്കിൽ നാളെ ചിലപ്പോൾ ലോസ് ആയിരിക്കാം വരുന്നത്. ദ ഡിസിഷൻ ടേക്കൺ അറ്റ് എ പെർട്ടിക്കുലർ ടൈം ഈസ് നോട്ട് സ്യൂട്ടബിൾ ഇൻ ഓൾ ടൈം. ഒരു പ്രാവശ്യം എടുക്കുന്ന ഒരു തീരുമാനം എല്ലാ സമയങ്ങളിലും സ്യൂട്ടബിൾ ആവണമെന്നില്ല. ഓക്കെ, ഇന്ന് ഒരു കാര്യത്തിന് വേണ്ടി ബിസിനസ് ഫീൽഡിൽ എടുത്ത തീരുമാനം ചിലപ്പോൾ അടുത്ത പ്രൊഡക്റ്റിന് അതേ തീരുമാനം സ്യൂട്ടബിൾ ആവണമെന്നില്ല. ദർ ഈസ് ആൾവേസ് എ നീഡ് ചെക്ക് ദ സ്ട്രെങ്ത് ഓഫ് ദ ഡിസിഷൻ കണ്ടിന്യൂസ്ലി അഗൈൻസ്റ്റ് ദ എൻവയോൺമെൻറ്റൽ സിറ്റുവേഷൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഡിസിഷൻ എടുക്കുമ്പോൾ അത് എല്ലാത്തിനും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഒരു ഒപ്റ്റിമം സൊല്യൂഷൻ വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ ഈ ഓപ്പറേഷൻ റിസർച്ച് എന്ന മെത്തേഡ് ഒരുപാട് യൂസ്ഫുൾ ആവുന്നുണ്ട്. നമുക്കറിയാം ഇൻഡസ്ട്രിയൽ ഫീൽഡ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു ബിസിനസ് ഫീൽഡാണ്. ബിസിനസ് ഫീൽഡിൽ ഒരു തവണ എടുക്കുന്ന തീരുമാനം എല്ലാ പ്രാവശ്യം എല്ലാ കാര്യത്തിനും സ്യൂട്ടബിൾ ആയിക്കൊള്ളണം എന്നില്ല, അല്ലേ? അപ്പോൾ നമ്മളെപ്പോഴും മുൻകൂട്ടി ചിന്തിക്കണം. അതായത് നമ്മുടെ കയ്യിലുള്ള കുറഞ്ഞ ആളുകളെ വെച്ച് അല്ലെങ്കിൽ കുറഞ്ഞ ക്യാഷ് വെച്ചിട്ട് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നതാണ് ബിസിനസ് ഫീൽഡിലെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം, അല്ലേ? അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഒപ്റ്റിമം സൊല്യൂഷൻ നമ്മൾ ഏത് പ്രോബ്ലത്തിനും കണ്ടെത്തിയിരിക്കണം. അതിന് ബിസിനസ് ഫീൽഡിൽ അതിലുള്ള അത് മാനേജ് ചെയ്യുന്ന ആളുകളെ ഓപ്പറേഷൻ റിസർച്ച് എന്ന മെത്തേഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ ഓപ്പറേഷൻ റിസർച്ച് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. പ്ലാനിങ് ഫീൽഡിൽ എങ്ങനെയാണെന്ന് നോക്കാം. ടുഡേ പ്ലാനിങ് ഈസ് എൻ ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റി ടു എവറി ഓർഗനൈസേഷൻ. ഏതൊരു ഗ്രൂപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഏതായിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, വേറെ ഏത് ഫീൽഡ് ആയിക്കോട്ടെ, അതിന് പ്ലാനിങ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും, അല്ലേ? ദ ഗവൺമെൻറ് ഷുഡ് പ്ലാൻ കെയർഫുള്ളി ഫോർ ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി. നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഗവൺമെൻറ് ഓരോ കാര്യങ്ങളും വളരെ കെയർഫുൾ ആയിട്ടല്ലേ പ്ലാൻ ചെയ്യുന്നത്. എങ്കിൽ മാത്രമാണ് അതിൻ്റെ ആ പ്രൊസീജിയർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
For this purpose, operation research techniques can be carefully applied to maximize per capita income with the minimum sacrifice of time. ഈ ഒരു കാര്യം, അതായത് വളരെ നല്ല രീതിയിൽ പ്ലാനിങ് നടപ്പിലാക്കണമെങ്കിൽ ഇവിടെ അവർ ഗവൺമെൻറ് അപ്ലൈ ചെയ്യുന്നത് ഓപ്പറേഷൻ റിസർച്ച് എന്ന മെത്തേഡാണ്. അവിടെ എന്താണ് മാക്സിമൈസ് പെർ ക്യാപിറ്റ ഇൻകം വിത്ത് മിനിമം സാക്രിഫൈസ് ഓഫ് ടൈം, അതായത് കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറഞ്ഞ ക്യാഷ് അപ്ലൈ ചെയ്തുകൊണ്ട് മാക്സിമം ക്യാപിറ്റ ഇൻകം നേടുക എന്നതാണ് ഗവൺമെൻറ് നോക്കുന്നത്, അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് വളരെ നല്ലൊരു പ്ലാനിങ്ങും ഒരു നല്ലൊരു സൊല്യൂഷൻ, ഏത് പ്രോബ്ലം ആണെങ്കിലും അതിനൊരു നല്ല സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റുള്ളൂ. അവിടെ ആ ഓപ്പറേഷൻ റിസർച്ച് എന്ന മെത്തേഡാണ് ഗവൺമെൻറ് യൂസ് ചെയ്യുന്നത്. ഗവൺമെൻറ് ക്യാൻ ഫർദർ യൂസ് ഓപ്പറേഷൻസ് റിസർച്ച് ടെക്നിക്സ് ഫോർ ഫ്രെയിമിംഗ് ഫ്യൂച്ചർ പോളിസീസ്. ഫ്യൂച്ചർ പോളിസീസിൽ ഗവൺമെൻറ് പ്ലാനിങ്ങിനെല്ലാം യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഇനി അടുത്തത് അഗ്രികൾച്ചർ ഫീൽഡ്. അഗ്രികൾച്ചർ ഫീൽഡിൽ എങ്ങനെയാണ്? ദ നീഡ് ഫോർ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഈസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ ഡ്യൂ ടു ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. നമുക്കറിയാം, ഇവിടെ നമുക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും ജനസംഖ്യ കൂടി വരികയാണ്. അതിനനുസരിച്ച് തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇനങ്ങൾ കൂടുതൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്, അല്ലേ? ബട്ട് ദിസ് കനോട്ട് ബി ഡൺ റാൻഡംലി. പക്ഷേ ആളുകളുടെ എണ്ണം കൂടുന്നുണ്ടെന്ന് കരുതി ഉൽപ്പാദനം കൂടണമെന്നില്ല, അല്ലേ? Then there are a number of problems related with the enhancement of agricultural production. അതുകൊണ്ട് തന്നെ ആളുകളുടെ എണ്ണം കൂടുന്നു, പക്ഷേ ഉൽപ്പാദനം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതിനനുസരിച്ച് കൂടുന്നില്ല എന്നത് നമ്മുടെ ഈ അഗ്രികൾച്ചറൽ ഫീൽഡിൽ നേരിടുന്ന ഒരു പ്രോബ്ലമാണ്. So a course of action is to be selected which will help enhancement in production. For this purpose, operation research technique can be used. ഈ കേസിൽ ഇവിടെ ഓപ്പറേഷൻ റിസർച്ച് എന്ന മെത്തേഡ് യൂസ് ചെയ്യും. അതായത് ഇപ്പോൾ നമുക്കറിയാം പോപ്പുലേഷൻ ഓരോ ദിവസം കൂടുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ച് എന്ത് കൂടുന്നില്ല, നമ്മൾക്ക് കഴിക്കാനുള്ള ആഹാരമോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ കൂടുന്നില്ല, അല്ലേ? പക്ഷേ ഇവിടെ ഓപ്പറേഷൻ റിസർച്ച് എന്ന മെത്തേഡ് യൂസ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? നമ്മുടെ കയ്യിലുള്ള കുറഞ്ഞ എന്ത് കാര്യമായിക്കോട്ടെ, ഇപ്പോൾ അഗ്രികൾച്ചർ ഫീൽഡായിക്കോട്ടെ മറ്റേത് ഫീൽഡായിക്കോട്ടെ, നമ്മുടെ കയ്യിലുള്ള കുറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് അത് എത്തിക്കാൻ ശ്രമിക്കുക. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അവിടെ ഓപ്പറേഷൻ റിസർച്ച് എന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അഗ്രികൾച്ചർ ഫീൽഡിലും ഏത് യൂസ് ചെയ്യുന്നുണ്ട്? ഓപ്പറേഷൻ റിസർച്ച് എന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ കയ്യിലുള്ള കുറഞ്ഞ കാര്യങ്ങൾ കൊണ്ട്, നമ്മുടെ കയ്യിലുള്ള കുറഞ്ഞ കാർഷിക ഉൽപ്പാദനങ്ങൾ കൊണ്ട് ഉള്ളവരിലേക്ക് എത്തിക്കുക എന്നൊരു മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഇൻ ഹോസ്പിറ്റൽസ് പേഷ്യൻസ് ആർ വെയിറ്റിംഗ്. നമുക്കറിയാം ഹോസ്പിറ്റലിൽ എപ്പോഴും പേഷ്യൻസ് എപ്പോഴും കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. സോ വെയിറ്റിംഗ് പ്രോബ്ലംസ് അറൈസസ്. അതുകൊണ്ട് തന്നെ അവിടെ നേരിടുന്ന ഒരു പ്രോബ്ലമാണ് വെയിറ്റ് ചെയ്യുക എന്നുള്ളത്, അല്ലേ? വെയിറ്റിംഗ് തിയറി ക്യാൻ ബി അപ്ലൈഡ് ടു സോൾവ് ദീസ് പ്രോബ്ലംസ്. ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ബായിട്ട് വരുന്ന ഒരു തിയറിയാണ് വെയിറ്റിംഗ് തിയറി. ആ വെയിറ്റിംഗ് തിയറി എന്ന് പറയുന്നത് ഏതിൻ്റെ ഭാഗമാണെന്ന് ഇപ്പോൾ പറഞ്ഞു? ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലിലൊക്കെ വെയിറ്റിംഗ് തിയറി അപ്ലൈ ചെയ്യുന്നുണ്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഹോസ്പിറ്റലിൽ പേഷ്യൻസ് കൂടുതൽ സമയം വെയിറ്റ് ചെയ്യേണ്ട എന്ന രീതിയിൽ അവിടെ ഓപ്പറേഷൻ റിസർച്ചിലെ ഒരു മെത്തേഡായിട്ടുള്ള വെയിറ്റിംഗ് തിയറി അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ വെയിറ്റിംഗ് തിയറി എന്ന് പറയുന്നത് എന്തായിരിക്കാം നിങ്ങൾ ആലോചിക്കുമ്പോൾ കിട്ടും. വെയിറ്റിംഗ് തിയറി എന്ന് പറയുമ്പോൾ പല രീതിയിൽ പല ഹോസ്പിറ്റലും പല മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ചില ഹോസ്പിറ്റലിൽ എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യുന്നത്? വെയിറ്റ് ചെയ്യാതിരിക്കാൻ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. അപ്പോൾ വരുന്ന സമയത്ത് ആ സമയത്തിനനുസരിച്ച് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡോക്ടറെ കാണാവുന്നതാണ്, അല്ലേ? അങ്ങനെ പല മെത്തേഡും യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഏതിൻ്റെ ഭാഗമാണ്? ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇനി അടുത്തത് ഇൻ ട്രാൻസ്പോർട്ട് ഫീൽഡിൽ ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്സ് ക്യാൻ ബി അപ്ലൈഡ് ടു റെഗുലേറ്റ് ദ അറൈവൽസ് ഓഫ് വെഹിക്കിൾസ് ആൻഡ് പ്രോസസ്സിംഗ് ടൈം, to minimize the passengers' waiting time, to reduce congestion, and to formulate suitable transport policy to reduce the cost and time of transshipment. ട്രാൻസ്പോർട്ട് ഫീൽഡിലും ഏത് യൂസ്ഫുൾ ആവുന്നുണ്ട്? ഓപ്പറേഷൻ റിസർച്ച് എന്ന മെത്തേഡ് യൂസ്ഫുൾ ആവുന്നുണ്ട്. അതായത് യാത്രക്കാർക്ക് വളരെ പെട്ടെന്ന് എത്തേണ്ട സ്ഥലത്ത് എത്തുക, അതുപോലെ അവർക്ക് ക്യാഷ് വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചേരുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സ്മൂത്തായി നടക്കാൻ ഓപ്പറേഷൻ റിസർച്ച് എന്ന മെത്തേഡ് ട്രാൻസ്പോർട്ട് ഫീൽഡിലും യൂസ് ചെയ്യുന്നുണ്ട്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ എങ്ങനെയാണ്? ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്സ് ക്യാൻ ബി അപ്ലൈഡ് ഫോർ കൺട്രോൾ ദ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സ്, പ്രൊഡക്റ്റ് ഇൻട്രൊഡക്ഷൻ, പ്രൊഡക്റ്റ് പ്ലാനിങ് എക്സെട്ര. അപ്പോൾ ഒരു റിസർച്ച് നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടൊരു പ്ലാനിങ് വേണം. ആ പ്ലാനിങ്ങിൽ പല കേസിലും നമുക്ക് എന്ത് വേണ്ടി വരും? പല ഡിസിഷൻസും എടുക്കേണ്ടി വരാറുണ്ട്, അല്ലേ? അവിടെ
നമ്മൾ നേരിടുന്ന ഏത് പ്രോബ്ലം ആയാലും അതിനൊരു ബെസ്റ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഒപ്റ്റിമം സൊല്യൂഷൻ കണ്ടെത്താൻ ഏത് യൂസ് ചെയ്യുന്നുണ്ട്? ഓപ്പറേഷൻ റിസർച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റിസർച്ച് ഫീൽഡിൽ ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സ്, പ്രൊഡക്റ്റ് ഇൻട്രൊഡക്ഷൻ, പ്രൊഡക്റ്റ് പ്ലാനിങ് എക്സെട്ര ഈ ഫീൽഡിലോ ഈ കേസിലെല്ലാം ഏത് യൂസ് ചെയ്യുന്നുണ്ട്? ഓപ്പറേഷൻ റിസർച്ച് എന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇത്രയും ഭാഗത്തിൻ്റെ നോട്ട്സാണ് നിങ്ങൾക്ക് അയച്ചു തന്നിരുന്നത്. അപ്പോൾ ഇത്രയും നോട്ട്സിൻ്റെ വീഡിയോ ക്ലാസ്സാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയാലും എന്താ നമ്മളിപ്പോൾ പറഞ്ഞത്? സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പറേഷൻ റിസർച്ച്. ഓപ്പറേഷൻ റിസർച്ചിൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് അതിൽ പറഞ്ഞു. ഫസ്റ്റ് പോയിന്റ്, ഇൻ ഡിഫൻസ് ഓപ്പറേഷൻ. ഏതൊക്കെ ഫീൽഡിലാണ് അത് യൂസ്ഫുൾ ആവുന്നത്? ഡിഫൻസ് ഓപ്പറേഷനിൽ യൂസ്ഫുൾ ആവുന്നുണ്ട്. അതുപോലെ ഇൻ ഇൻഡസ്ട്രിയിൽ ആ പോയിന്റ് മാത്രം നന്നായി നോട്ട് ചെയ്ത് പോവുക. ബാക്കി നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ എക്സാമിന് എഴുതിയാൽ മതി ചോദിച്ചാൽ. ഇനി അടുത്തത് തേർഡ്, പ്ലാനിങ് എന്ന് പറയുമ്പോൾ അറിയാലോ. ഇനി അഗ്രികൾച്ചർ ഫീൽഡിൽ, അതുപോലെ ഹോസ്പിറ്റൽസ്, ട്രാൻസ്പോർട്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇങ്ങനെ 6 പോയിൻ്റാണ് ഇതിൽ വരുന്നത്. ക്ലിയർ ആണല്ലോ?